പൊടിവാറിയ പ്രചാരണത്തിനൊടുവിൽ നാളെ ബീഹാർ പോളിംഗ് ബൂത്തിലേക്ക് ഒന്നാം ഘട്ടത്തിൽ 121 മണ്ഡലങ്ങളാണ് ജനവിധി എഴുതുക. തേജസ്വി യാദവ്, സാമ്രാജ് ചൗധരി തുടങ്ങിയ പ്രമുഖർ ഒന്നാം ഘട്ടത്തിൽ അംഗത്തിനുണ്ട്. അടുത്ത ചൊവ്വാഴ്ചയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. 14-ലാണ് വോട്ടെണ്ണൽ. ശ്രീനാഥ് ചന്ദ്രൻ പട്ടേൽ ചെയ്യുന്നു. ശ്രീനാഥ്, രാഹുൽ ഗാന്ധിയുടെ വീണ്ടും ഒരു വാർത്താ സമ്മേളനം കൂടി ഉണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ഒരു ഗ്രാമത്തിലെ ഒഴിവാക്കപ്പെട്ട ആളുകളെ കൊണ്ട് നിർത്തി അവർ പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് ചെയ്തതാണ്, അതിനുശേഷം എല്ലാ രേഖകളും സമർപ്പിച്ചാൽ എങ്ങനെ വോട്ട് പോയി ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്ന ഒരു സാമ്പിൾ സൈസ് കൊണ്ട് നിർത്തി രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. അത് നേർക്കുനേർ ഏത് രീതിയിൽ ബീഹാറിൽ പ്രതിഫലിക്കുമെന്ന കാര്യമൊന്നും അറിയില്ല. എന്താണ് ബീഹാറിലെ അവസാനവട്ട കാഴ്ച, ശ്രീനാഥ്? ഹഷ്മി, ഏതായാലും രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം ഇപ്പോൾ ചർച്ചയായി മാറുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് നേരത്തെ രണ്ട് രീതിയിലാണ്, രണ്ട് വ്യാഖ്യാനങ്ങളാണ് അതിന് കൊടുക്കുന്നത്. ഒന്ന്, കോൺഗ്രസ് ഒരു തിരിമറിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചിട്ടുണ്ടാകാം എന്നൊരു സാധ്യത മുന്നോട്ട് വെക്കുന്നതാണ്. രണ്ടാമത്തേത്, ഈ NDA ആവട്ടെ കോൺഗ്രസ് തോൽവി സമ്മതിക്കുന്നതാണ് ഇത്തരം പരാമർശങ്ങളിലൂടെ എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഏതായാലും പ്രിയങ്ക ഗാന്ധി ഇന്നിപ്പോൾ സംസ്ഥാനത്ത് പ്രചാരണത്തിനുണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ, പ്രചാരണ റാലിക്കിടെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞത് ബീഹാറിൽ ഒരു ഫെയർ ഇലക്ഷൻ നടക്കും, ഒരു സുതാര്യമായ സത്യസന്ധമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കും എന്നത് താൻ പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ മറ്റിടങ്ങളിൽ നടന്ന അതേ കാര്യം, ഹരിയാനയിലടക്കം നടന്ന അതേ കാര്യം ഇവിടെയും നടന്നു എന്ന് മാത്രം പറയാനേ തനിക്ക് കഴിയും. രാഹുൽ ഗാന്ധി ഈ സത്യത്തോടൊപ്പമുള്ള ഈ പോരാട്ടം തുടരും എന്ന് വരെ പറഞ്ഞു വെച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് പോയത്. അതുകൊണ്ട് ഈ ഒരു ഫെയറായ ഇലക്ഷൻ നടക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം എന്ന നിലപാടാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത്. ഇത്തരം വെളിപ്പെടുത്തലുകൾ പുറത്തു വരുമ്പോൾ അത് കൂടുതൽ അത്തരം തിരിമറികൾ നടത്തുന്നവരെ ഭയപ്പെടുത്തുകയും നടത്താതിരിക്കാനുള്ള ജാഗ്രത ആ തരത്തിൽ ചെയ്യേണ്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ. ഏതായാലും പൊടിപാറിയ പ്രചാരണമാണ് ആദ്യഘട്ടത്തിൽ. ഇന്നിപ്പോൾ പ്രചാരണമൊക്കെ നടന്നത് ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മേഖലകളിലാണ് റാലി അടക്കം നടന്നത്. നാളെ ബൂത്തിലേക്ക് പോകുന്ന മണ്ഡലങ്ങളിലൊക്കെ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് ഉണ്ട്. ഇപ്പോഴത്തെ നിലവിലെ രണ്ട് ഉപമുഖ്യമന്ത്രിമാർ സാമ്രാജ് ചൗധരി അടക്കമുള്ളവർ മത്സരിക്കുന്നുണ്ട്. ഗായിക മൈഥിലി ഠാക്കൂർ അലിനഗറിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. അലിനഗറിന്റെ പേര് മാറ്റണം എന്ന് വരെ പറഞ്ഞ് വോട്ട് തേടിയ സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ പലതരത്തിൽ പ്രമുഖരായ സ്ഥാനാർത്ഥികൾ നാളെ ജനവിധി തേടുകയാണ്. ഏതായാലും 18 ജില്ലകളിലായിട്ടാണ് ഈ 121 മണ്ഡലങ്ങൾ നാളെ ജനവിധി തേടുന്നത്. ഹഷ്മി, ഓക്കെ. ശ്രീനാഥ് ചന്ദ്രനാണ് ബീഹാറിലെ പറ്റ്നയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധി പറയുന്നത് ഈ പറയുന്ന വോട്ടർ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ പ്രോസസ്സിന്റെ നട്ടലാണ്, അതാണ് അതിന്റെ അടിത്തറ, അതാണ് അതിന്റെ ബേസ്. ആ നട്ടൽ തന്നെ മേക്കോന്ന് വളഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ അതിന് മുകളിൽ എന്ത് കാര്യമെന്നൊരു നിസ്സഹായത രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ചോദിക്കുന്നത്. അത് കോൺഗ്രസിന് മാത്രം ബാധകമായതല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമായതാണ്. അങ്ങനെ അതിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇലക്ഷൻ കമ്മീഷൻ എന്ത് മറുപടി പറയുമെന്ന് അറിയില്ല. SIR പോലും ഇത്തരത്തിലുള്ള വളഞ്ഞ വഴിയിൽ വോട്ട് നേടാനുള്ള ആയുധമായി തന്നെയാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഒക്കെ സംശയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.